കാശിനാഥന്റെ ദക്ഷിണ. രചന ബിബിത റിനീഷ്. അവതരണം ഷാഹുൽ മലയിൽ. മോളെ ദച്ചു, ഞങ്ങൾ ഈ കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ ജാതകവും പൊരുത്തവും നോക്കുന്നില്ല. അതിലൊന്നൊരു കാര്യമല്ല. നിനക്കിപ്പോ വയസ്സ് 24. ഇനിയും നിന്നെങ്ങനെ നിർത്താൻ പറ്റില്ല. ദേവൻ തന്റെ രണ്ടാമത്തെ മകളായ ദച്ചുവിനോട് പറഞ്ഞു. നിനക്കൊരു അനിയത്തിയുണ്ട്, ഏട്ടനുണ്ട്. അവരുടെ ജീവിതം നോക്കണ്ടേ? മോൾ ഇതിന് സമ്മതിക്കണം. ദച്ചു ഒന്നും മിണ്ടാത്ത തലകുനിച്ച് നിൽക്കുകയാണ്. അവളുടെ നിൽപ്പ് കണ്ട് അമ്മയായ സുമക്ക് ദേഷ്യം വന്നു. നിങ്ങളിങ്ങനെ അവളോട് കെഞ്ചി പറയേണ്ട ദേവേട്ട. അവൾ അതിന് സമ്മതിക്കും, ഇല്ല ഈ കൊല്ലും ഞാനിവളെ. എല്ലാവരും ചോദിക്കുക ഇവളെന്താ ഇങ്ങനെ നിൽക്കുന്നതെന്ന്. മറുപടി അറിഞ്ഞ് ഞാൻ മടുത്തു, ഇനി വയ്യ. സുമ ദേഷ്യത്തോടെ പറഞ്ഞു. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ധൂമോൾക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. പക്ഷെ നീ ഇങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെ നിന്റെ അനിയത്തിന്റെ വിവാഹം നടത്തും? ദച്ചു സുമയുടെ മുഖത്തേക്ക് നോക്കി. എന്താടി നോക്കുന്നത്? നിന്നെ പോലെ ധൂമോള് അവളെ ഒരു നേഴ്സാ, നീയോ വെറും +2. അതെങ്ങനെയാ? തലക്കകത്ത് വെറും പിണ്ണാക്കല്ലേ. അപ്പൊ നിനക്ക് ചേരുന്ന ഈ കൂലിപ്പണിക്കാരൻ തന്നെയാ. സുമ പുച്ഛത്തോടെ പറഞ്ഞു. ശരിയാണ്, തനിക്ക് വിദ്യാഭ്യാസമില്ല, ജോലിയില്ല. തന്റെ സഹോദരങ്ങൾക്ക് നല്ലൊരു ജീവിതം കിട്ടണമെങ്കിൽ താൻ ഇവിടുന്ന് പോവണം. ദച്ചു തന്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു. എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞല്ലേ അച്ഛ, പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? എനിക്ക് സമ്മതം. നിറഞ്ഞ കണ്ണുകൾ മറച്ചു പിടിച്ച് പുഞ്ചിരിയോട് അവൾ പറഞ്ഞു. ദേവന്റെയും സുമയുടെയും രണ്ടാമത്തെ മകളാണ് ദച്ചു എന്ന ദക്ഷിണ. മൂത്തവൻ ദർശൻ, ഇളയവൾ ദുവ. ദർശൻ ഒരു സ്കൂൾ മാഷാണ്, ദുവ ഒരു നേഴ്സും. എന്നാൽ ദക്ഷിണ പഠിക്കാൻ വളരെ മോശമായിരുന്നു. +2 വരെ തോൽക്കാതെ പഠിച്ചു. എത്ര പഠിച്ചാലും തലയിലൊന്നും കയറില്ല. അതുകൊണ്ട് +2 കഴിഞ്ഞപ്പോൾ അവൾ പഠനം നിർത്തി. എന്നാൽ ഫാൻസി മാലകളും കമ്മലുകളും ഉണ്ടാക്കാൻ അവൾക്കറിയാം. പലപ്പോഴും അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ട് തനിക്കിങ്ങനെ കുറച്ച് വർക്കുകൾ അറിയാം, അതുണ്ടാക്കുന്ന സ്ഥാപനങ്ങളിൽ ജോലിക്ക് പോയിക്കോട്ടെ എന്ന്. എന്നാൽ മറുപടിയായി കിട്ടിയത് തന്റെ മനസ്സിനും ശരീരത്തിനും ഏറ്റവും മുറിവുകളായിട്ടാണ്. പിന്നെ അതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല. അച്ഛനും ചേട്ടനോടും അമ്മയ്ക്ക് അനിയത്തിയോടുമായിരുന്നു താല്പര്യം. എന്നാൽ താനോ അവരുടെ കണ്ണിലെ കരടും. എന്ത് ചെയ്താലും കുറ്റവും കുറവും മാത്രം. എന്നാൽ ദച്ചുവിനതൊന്നും പ്രശ്നമല്ലായിരുന്നു. കാരണം വർഷങ്ങളായി കാണുന്നതാണ്, കേൾക്കുന്നതാണ്, അറിയുന്നതാണ്. പിന്നെന്തിന് സങ്കടം? അങ്ങനെ 1 മാസത്തിന് ശേഷം ദച്ചുവിന്റെ വിവാഹം കഴിഞ്ഞു. കാശി എന്ന കാശിനാഥനാണ് ദച്ചുവിന്റെ വരൻ. കൂലിപ്പണിയാണെങ്കിലും നല്ല വിദ്യാഭ്യാസമുണ്ട്. കൂടാതെ PSC പരീക്ഷകളും എഴുതും. ഒരു ഗവൺമെന്റ് ജോലി എന്നത് കാശിയുടെ സ്വപ്നമാണ്. അതിനുവേണ്ടി അവൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. കാശിക്ക് അമ്മയും അനിയത്തി മാത്രമേ ഉള്ളൂ. കൂലിപ്പണിയാണെങ്കിലും അധികം കഷ്ടപ്പാടും കടങ്ങളുമില്ല. ഒരു ചെറിയ വീടാണെങ്കിലും ദച്ചുവിന് ആ വീട് സ്വർഗം പോലെയായിരുന്നു. തൻ്റെ വീട്ടിൽ അനുഭവിച്ച പോലെയുള്ള ജീവിതമല്ല ഇവിടെ. തന്നെ ഏറെ സ്നേഹിക്കുന്ന ഒരു അമ്മയാണ് കാശിയുടേത്. അതുപോലെ തന്നെ ഓരോ ജോലിയിൽ സഹായിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അനിയത്തി. കാശിക്കും ദച്ചുവിനെ ജീവനാണ്, അവൾക്ക് തിരിച്ചും. കാശി അവളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ചോദിച്ച് മനസ്സിലാക്കി. തനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ സഹായിക്കാണോ? ഇവിടെ ഫാൻസി ഐറ്റംസ് ഉണ്ടാക്കുന്ന ഒരു ചെറിയ സ്ഥാപനമുണ്ട്, ഒരു ചേച്ചി നടത്തുന്ന. ഞാൻ അവരോട് തൻ്റെ കാര്യമാണ് ശരിയാക്കാം. താൻ പോയിക്കോ, എനിക്ക് സമ്മതമാണ്. അങ്ങനെ ഒരുപാട് കാലത്ത് ആഗ്രഹങ്ങൾ നേടി. ഫാൻസി മാലകളും കമ്മലുകളും ചെറിയ ചില ക്രാഫ്റ്റ് വർക്കുകളും ചെയ്ത് അതിൽ നിന്ന് ചെറിയ വരുമാനം അവളും ഉണ്ടാക്കി. അങ്ങനെ അവരുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോയി. ഇതിനിടയിൽ ദർശന്റെയും ദുവയുടെയും വിവാഹം കഴിഞ്ഞു. ദുവയുടെ ചെക്കൻ അഖിൽ ഒരു ബിസിനസ്സുകാരനാണ്. ദർശന്റെ പെണ്ണ് പ്രിയ ഒരു ഫാഷൻ ഡിസൈനറും. എന്നാൽ ദർശന്റെ വീടിന് ചേരുന്ന ഒരു ജീവിതമായിരുന്നില്ല പ്രിയയുടേത്. ഒരു ജോലിയും ചെയ്യില്ല, എപ്പോഴും ഫോണിൽ നോക്കി കിടക്കും. ഇപ്പൊ ജോലി മുഴുവൻ ചെയ്യുന്ന സുമയാണ്. എനിക്ക് വയ്യ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടാൻ. അവളോട് മര്യാദക്ക് വന്ന് അടുക്കളയിൽ കയറാൻ പറ, അത് ഈ പട്ടിണി അടക്കം ഇവിടെ. സുമയുടെ സംസാരം കേട്ടുകൊണ്ടാണ് പ്രിയ അവിടേക്ക് വന്ന്. അതേ, നിങ്ങളുടെ വീട്ടിലെ വേലക്കാരിയാവും വേറെ ആളെ നോക്കിക്കോ, എന്നെ അതിന് കിട്ടില്ല, പറഞ്ഞേക്കാം, പ്രിയ പറഞ്ഞു. അത് കേട്ട് സുമ ദേഷ്യത്തോടെ ചോദിച്ചു. പിന്നെ നീ എന്തിനാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? അതേ, ഞാനിങ്ങോട്ട് വലിഞ്ഞേറി വന്നല്ല, നിങ്ങൾ പറഞ്ഞ മുഴുവൻ സ്ത്രീധനം കൊണ്ടാ വന്ന്. ഈ അടുക്കളപ്പണി വീട്ടുപണി എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടില്ല. മാത്രമല്ല ഇതൊക്കെ ചെയ്ത എൻ്റെ സൗന്ദര്യം പോകും. അതുകൊണ്ട് എന്നെ ഇനി വിളിക്കണ്ട എന്ന് പറഞ്ഞ് പ്രിയ പുറത്തേക്ക് പോയി. സുമയും നോയിക്കൊണ്ട് ദർശനും പ്രിയക്കൊപ്പം കൂടെ പോയി. അതെ, നിങ്ങളൊന്ന് ദുവാ മോളെ വിളിക്കും, എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടാൻ വയ്യ. അവളോട് കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്കാൻ പറ. സുമ ദേവനോട് പറഞ്ഞു. ശരി, ഞാൻ വിളിക്കാം. വരുമോന്നറിയില്ല, നിനക്കറിയാലോ അഖിലിന്റെ സ്വഭാവം. ദേവനൊരു നെടുവീർപ്പോടെ പറഞ്ഞു. ദുവ വിവാഹം കഴിഞ്ഞാൽ പിന്നെ ജോലിക്ക് പോയിട്ടില്ല. കാശുകാരനായ അഖിലിന്റെ ആഡംബര ജീവിതത്തിൽ ഇങ്ങനെ ഒരു ജോലി വേണ്ടെന്നുള്ളത് ദുവയുടെ തീരുമാനമായിരുന്നു. പക്ഷെ അത് തെറ്റായിപ്പോയെന്ന് ദുവ പിന്നീടാണ് മനസ്സിലാക്കിയത്. കാരണം ആഡംബര ജീവിതമാണെങ്കിലും ആ വീട്ടിലൊരു ജോലിക്കാരി പോലും ഇല്ല. ദുവ വരുന്നതിന് മുമ്പ് അവിടെ ജോലിക്കാരി ഉണ്ടായിരുന്നു. ദുവയുടെ അമിതമായ ഭരണം കാരണം ജോലിക്കാരെല്ലാവരും അവിടുന്ന് പോയി. അതുകൊണ്ട് അഖിലിന്റെ തീരുമാനമായിരുന്നു ഇനി ഇവിടുത്തെ ജോലി മുഴുവൻ ദുവ ചെയ്യട്ടെ എന്ന്. മോളെ ദുവേ, മോളിവിടെ കുറച്ചു ദിവസം വന്ന് നിൽക്ക്. അമ്മയ്ക്ക് ഇവിടെ ഒറ്റയ്ക്ക് പണിയെടുക്കാൻ വയ്യെന്നാ പറയുന്നത്. മോള് 2 ആഴ്ച ഇവിടെ വന്ന് നിൽക്ക്. ദേവൻ പറഞ്ഞു. പറ്റില്ല, ഇവിടുത്തെ മുഴുവൻ ജോലി ഇപ്പം ഞാനാ ചെയ്യുന്നത്. അമ്മയെ കൊണ്ട് അഖിലായിട്ട് ഒരു പണിയും ചെയ്യിക്കില്ല. ഒരു കൈസഹായത്തിന് പോലും എനിക്കിവിടെ ആരുമില്ല. അതുകൊണ്ട് ഈ കാര്യം പറഞ്ഞ അച്ഛനെ വിളിക്കരുത്. അവിടെ ഏട്ടൻ്റെ ഭാര്യ ഉണ്ടല്ലോ, അവളോട് പറ. ദുവ ദേവനോട് പറഞ്ഞു. പ്രിയ വലിയ വീട്ടിലെ കുട്ടിയല്ലേ, മാത്രമല്ല ഒരു പണി അറിയയില്ല ചെയ്യയില്ല. ഞങ്ങളും പ്രിയയെ കൊണ്ട് സൈകിട്ട് നിൽക്കുക. ദേവൻ പറഞ്ഞു. സൈകിട്ടെങ്കിലേ അവിടുന്ന് ഇറങ്ങിക്കോ,
അല്ലെങ്കിൽ അവൾ പറയുന്ന കേട്ട് അടങ്ങി ഒതുങ്ങി അവിടെ കഴിഞ്ഞോ. ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട, വിളിക്കാൻ നിൽക്കണ്ട. അമ്മയ്ക്ക് പണിയെടുക്കാൻ ഒട്ടും പറ്റുന്നില്ലെങ്കിൽ അവിടെ അടുക്കളക്കാരിയെ ജീവിച്ച് ഒരുത്തിൻ്റെല്ലോ ദക്ഷിണ. ആൾ വിളിക്ക്, ചിലപ്പോൾ വരും. എന്നെ അങ്ങോട്ട് നോക്കണ്ട എന്ന് പറഞ്ഞ് ദുവ ഫോൺ കട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യും ദേവേട്ട, എനിക്ക് ഒട്ടും പറ്റുന്നില്ല. ഒരു ജോലിക്കാരിയെ വെക്കാൻ പോലും പ്രിയ സമ്മതിക്കുന്നില്ല. തെച്ചുമോളെ വിളിച്ചാലോ? സുമ ചോദിച്ചു. വേണ്ട സുമേ, അവളും വരില്ല. ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അവളെ നമ്മൾ. അതൊക്കെ കാശിയോട് പറഞ്ഞിട്ടുണ്ടാവും. ഈ ഒരു കാര്യത്തിന് അവളെ ഇങ്ങോട്ട് വിളിച്ചാൽ കാശിമോൻ വിടില്ല, അതുറപ്പാ. ദേവൻ പറഞ്ഞു. ദേവേട്ട, നമ്മൾ അവളെ മാറ്റി നിർത്തിയ വേറൊന്നും കൊണ്ടല്ലല്ലോ, അവളുടെ പഠിപ്പിന്റെ കാര്യത്തിലല്ലേ. ദർശന ദുബൈ നന്നായി പഠിച്ച് ജോലി നേടിയവരാ. എന്നാ തെച്ചോ, എത്ര പഠിച്ചാലും ഒന്നും തലയിൽ കയറില്ല. പോരാതിന് കല്യാണം കഴിച്ച് വിടാന്ന് വിചാരിച്ചപ്പോൾ ജാതക പ്രശ്നം. അവളുടെ കാര്യത്തിൽ മാത്രം നമ്മൾ തോറ്റുപോയത്. അതുകൊണ്ട് അവൾ വെറുത്തതും ആട്ടിയേറ്റ് ചെയ്തു. സുമ പറഞ്ഞു. സുമേ, അവളുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ കാശിയോടൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ അവൻ്റെ സ്നേഹത്തിന് മുമ്പിൽ അവൾ മനസ്സ് തുറന്നിട്ടുണ്ടാവും. അതുകൊണ്ട് വേണ്ട സുമേ, അവളെ വിളിക്കണ്ട. അപ്പോഴാണ് ഗേറ്റ് ഇടന്നൊരു ബൈക്ക് വരുന്നത് കണ്ടത്. ദേവേട്ട, അതേ നോക്കി, ദച്ചുവും കാശിയും വരുന്നു. ദേവൻ തലയുയർത്തി നോക്കി. കയ്യിലൊരു ചെറിയ ബാഗുമായി കയറി വരികയാണ് ദച്ചുവും കാശിയും. എന്താ മോനെ ബാഗൊക്കെ ആയിട്ട് രണ്ടുപേരും? ദേവൻ ചോദിച്ചു. അച്ഛാ, ദച്ചു 2 ആഴ്ച ഇവിടെ ഉണ്ടാവും. ഒരു ബന്ധുവിന്റെ കല്യാണം ഉണ്ട് അടുത്ത ആഴ്ച. കാസർഗോഡ് സ്ഥലം. അത്രയും ദൂരം അവൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഛർദി പ്രശ്നമുണ്ടത്രേ. പോരാത്തിന് അവൾക്ക് പീരീഡ്സിന്റെ സമയം അടുത്ത് വരികയാണെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന്. അതുകൊണ്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്ന്. കാശി പറഞ്ഞു. ആ, അതെന്തായാലും നന്നായി. മോൾ ഇവിടെ നിന്നോട്ടെ, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. സുമ പറഞ്ഞു. ദച്ചു സുമയെ അമ്പരപ്പോടെ നോക്കി കാണുകയായിരുന്നു. ആദ്യമായിട്ടാണ് അമ്മ തന്നോട് ഇവിടെ നിന്നോളാൻ പറയുന്നത്. കല്യാണം കഴിഞ്ഞ് 4 ദിവസത്തെ വിരുന്നിന് വന്നപ്പോൾ ഇനി ദർശന്റെ ദുബൈയുടെ വിവാഹത്തിന് വന്നാൽ മതി എന്ന് പറഞ്ഞ അമ്മയാണ് ഇപ്പൊ ഇങ്ങനെ പറയുന്നത്. കാശി പോയ ശേഷം ദച്ചു തന്റെ മുറിയിലേക്ക് നടന്നു. നടക്കുമ്പോൾ അവിടേക്ക് ചുറ്റും കണ്ണോടിച്ചു. താൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോഴുള്ള അവസ്ഥയല്ല ഇപ്പോൾ. അടുക്കും ചിട്ടയുമില്ല, അതുപോലെ തന്നെ വൃത്തിയും വെടുപ്പുമില്ലാതെ കിടക്കുന്നു. ദച്ചു സുമയെ നോക്കി. അവിടെ നോട്ടത്തിന് അർത്ഥം മനസ്സിലായതുപോലെ സുമ പറഞ്ഞു തുടങ്ങി. അമ്മയ്ക്ക് ഒട്ടും പറ്റുന്നില്ല മോളെ. എല്ലാ ജോലികളും ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് ആകെ ഒരു തളർച്ച. പ്രിയ ആണെങ്കിൽ ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങില്ല. ദർശനും അങ്ങനെ തന്നെ. ദുബൈയെ വിളിച്ചതും അവൾ പറഞ്ഞു തങ്ങളിവിടെ അനുഭവിക്കുന്നതെല്ലാം സുമ ദച്ചുവിനോട് പറഞ്ഞു. പിറ്റേന്ന് മുതൽ ദച്ചു എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തു. എന്നാൽ ദർശന്റെയും പ്രിയയുടെയും ഒന്നും ചെയ്തു കൊടുത്തില്ല. അവർ കഴിച്ച പാത്രങ്ങളും അവരിട്ട തുണികളും മാറ്റിയിടും. അത് ചോദിക്കാൻ വന്ന പ്രിയയോട് ദച്ചു ദേഷ്യത്തോടെ പറഞ്ഞു. സ്വന്തം കാര്യങ്ങൾ സ്വന്തം ചെയ്യണം, ആരെയും ബുദ്ധിമുട്ടിക്കരുത്. അത് കേട്ടതും പ്രിയ ചവിട്ടിത്തുള്ളി പോയി ദർശനോട് കാര്യം പറഞ്ഞു. ദർശൻ ദേഷ്യത്തിൽ ദച്ചുവിന്റെ അടുത്ത് വന്ന് ചോദിച്ചപ്പോൾ മുഖാടച്ച ഒരു അടിയായിരുന്നു മറുപടിയായി കൊടുത്ത്. അതും പ്രിയയുടെ മുമ്പിൽ വെച്ച്. ദർശൻ അവളെ തല്ലാൻ കൈയോങ്ങിയപ്പോൾ അവനെ തടഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. നിന്റെ കാട്ടുതുപ്പ് അടിയും തൊഴിയും കൊണ്ട് നിന്ന ദക്ഷിണാദേവനല്ല ഞാനിപ്പോ, ദക്ഷിണ കാശിനാഥനാ. എന്റെ ദേഹത്തൊരു പോറൽ വീണാ പിന്നെ നിന്റെ ഈ കൈ ഒരിക്കലും നേരെയാവാത്ത വിധം ഒടിച്ചുള്ള എന്റെ കാശിയേട്ടൻ. അറിയാലോ, കൂലിപ്പണിക്കാരന്റെ കൈക്ക് നല്ല തഴമ്പാ. കത്തുന്ന നോട്ടത്തോടെ ദച്ചു പറഞ്ഞു. ദർശൻ അച്ഛനെയും അമ്മയും നോക്കി. അവരവനെ പുച്ഛത്തോടെ നോക്കി ചിരിച്ചു. പിറ്റേന്ന് ദർശൻ പ്രിയയും കൂട്ടി അവിടുന്ന് പോയി. പ്രിയയുടെ പേരിൽ സ്വന്തമായൊരു ഫ്ലാറ്റ് ഉണ്ട്, അവിടേക്കാണ് അവർ പോയത്. 2 ആഴ്ച കഴിഞ്ഞ് ദച്ചുവിനെ തിരിച്ചുകൊണ്ട് അവൻ കാശി വന്നു. പോകുന്നതിന് മുമ്പ് അവൾ അച്ഛൻ്റെ അമ്മയുടെയും കയ്യിലേക്ക് കുറച്ച് കാശ് വെച്ച് കൊടുത്തു. വേണ്ട മോളെ. വേണച്ചാ, ഏട്ടൻ ഇനി ചെലവിനുള്ളൊന്നും തരില്ല, അതുകൊണ്ട് അച്ഛനിത് വെച്ചോ. എൻ്റെ അധ്വാനത്തിൻ്റെ ഒരു പങ്കാ. ദേവൻ മനസ്സിലാവാത്ത പോലെ നോക്കി. കാശിയോട് തൻ്റെ ആഗ്രഹം പറഞ്ഞു. അവൻ സമ്മതിച്ചില്ല. അവൾ ദേവനോട് പറഞ്ഞു. ദേവൻ തൻ്റെ മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ മോള് മിടിക്കുക, നല്ലതേ വരും നിനക്ക്. നിറഞ്ഞ ചിരിയോടെ ദച്ചു അവരോട് യാത്ര പറഞ്ഞു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. കാശി ഇപ്പോൾ ഒരു ഗവൺമെന്റ് ജോലിക്കാരനാണ്. ആഗ്രഹം പോലെ അവനത് നേടിയെടുത്തു. ശേഷം സ്വന്തമായി വീട് വെച്ചു, കാറ് വാങ്ങി, അനിയത്തിയുടെ വിവാഹം നടത്തി. ഇതിനിടയിൽ അവരുടെ ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി കൂടി വന്നു, ഉണ്ണി എന്ന അർണവ് കാശിനാഥൻ. ഉണ്ണിയുടെ വരവോടെ ദേവനും സുമയും കാശിയുടെ വീട്ടിലെ സ്ഥിരം സന്ദർശകരാണ്. ഉണ്ണിയുടെ കളിയും ചിരിയുമായി ദച്ചുവിന്റെയും കാശിയുടെയും ജീവിതം സമാധാനത്തിൽ പോകുമ്പോൾ ദർശന്റെയും ദുബൈയുടെയും ജീവിതം സങ്കടത്തിലൂടെയും ദുരിതങ്ങളിലൂടെയുമായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. വിവാഹം കഴിഞ്ഞ വർഷങ്ങളായിട്ടും അഖിലിനും ദുബയ്ക്ക് ഒരു കുഞ്ഞു വന്നിട്ടില്ല. രണ്ടുപേർക്കും പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലുകളില്ല. എന്നാൽ അഖിലിന്റെ അമ്മ ദുബൈയെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. സൈകിട്ട് ദുബ സ്വന്തം വീട്ടിലേക്ക് ചെന്നു. എന്നാൽ സുമയും ദേവൻ അവളെ സമാധാനിപ്പിച്ച് മടക്കിവിടാൻ നോക്കി. പക്ഷെ അവൾ പോവില്ലെന്ന് തീർത്തു പറഞ്ഞു. ഒടുക്കം അഖിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി സമാധാനിപ്പിച്ചാണ് അവളെ കൊണ്ടുപോയത്. ദുബയ്ക്ക് കിട്ടാത്ത ഭാഗ്യം ദർശന് കിട്ടിയതാണ്. പക്ഷേ പ്രിയ അത് ദർശൻ പോലും അറിയാതെ കളഞ്ഞു. ഒരു ദിവസം ദർശൻ ജോലി കഴിഞ്ഞ് ഫ്ലാറ്റിൽ വരുമ്പോൾ അവിടെ പ്രിയ ഉണ്ടായിരുന്നില്ല. ഫോൺ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പോഴാണ് പ്രിയയുടെ അച്ഛൻ പ്രിയ ഹോസ്പിറ്റലാണെന്നും പെട്ടെന്ന് അവിടേക്ക് എത്താനും പറഞ്ഞ് വിളിച്ച്. ദർശൻ പെട്ടെന്ന് ഹോസ്പിറ്റലിലെത്തി. അവിടെ ചെന്നപ്പോൾ പ്രിയയുടെ അച്ഛൻ പറഞ്ഞു. ഞങ്ങളിവിടെ വന്നപ്പോൾ മോള് ബ്ലീഡിങ് വന്ന് താഴെ വീണ് കിടക്കുകയായിരുന്നു. കാരണം ചോദിച്ചപ്പോൾ ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണം ചൂടാക്കി കഴിച്ചു, അതിനുശേഷം ആ ബ്ലീഡിങ് ഉണ്ടായതെന്ന്. അപ്പം തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന, പക്ഷേ പോയി മോനെ. ദർശൻ വേദനയോടെ പ്രിയയെ നോക്കി. സങ്കടം നടിച്ചുകൊണ്ട് പ്രിയയും ദർശനം നോക്കി. പെട്ടെന്നാണ് ഡോക്ടർ അകത്തേക്ക് കയറി വന്നത്. ദർശൻ കാര്യങ്ങൾ ഡോക്ടറോട് ചോദിച്ചറിഞ്ഞു. അപ്പോഴാണ് ഡോക്ടർ യഥാർത്ഥ കാരണം പറഞ്ഞു. നോക്കൂ മിസ്റ്റർ ദർശൻ,
താങ്കളുടെ ഭാര്യ പറഞ്ഞ കാരണം കൊണ്ടൊന്നുമല്ല ബ്ലീഡിംഗ് ഉണ്ടായത്. അബോർഷൻ്റെ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടാണ് ബ്ലീഡിംഗ് ഉണ്ടായതും കുഞ്ഞു പോയതും, അതും ഹെവി ഡോസിലുള്ളത്. അതിൻ്റെ സൈഡ് എഫക്റ്റ് എത്ര വലുതായിരിക്കും എന്നറിയോ? ഞാൻ പറഞ്ഞു വന്ന് പ്രിയ പരിശോധിച്ചപ്പോൾ ഇനി ഒരു കുഞ്ഞുണ്ടാവുന്നത് സംശയമാണ്. സോറി ദർശൻ. ഇടിമുഴക്കം പോലെയാണ് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ദേവന്റെ ചെവിയിൽ കയറിയത്. ഡോക്ടർ പോയ ശേഷം നിറഞ്ഞ കണ്ണുകളോടെയും അതിലുപരി വലിഞ്ഞു മുറുകിയ മുഖത്തോടെയും ദർശൻ പ്രിയയെ നോക്കി. പിന്നെ അവിടെ അടുത്തേക്ക് ചെന്നു. ദർശന്റെ മുഖം കണ്ട് പ്രിയ നന്നായി പേടിച്ചിരുന്നു. എന്തിനാടി നീ എന്റെ കുഞ്ഞിനെ കൊന്ന്? പറയടി, എന്ത് തെറ്റാടി ഞാനും എന്റെ കുഞ്ഞിനോട് ചെയ്ത്? പറയാൻ. ദർശൻ ഞാൻ അടുത്ത നിമിഷം ദർശന്റെ കൈ പ്രിയയുടെ കരണം പുകച്ചു. പ്രിയ ദേഷ്യത്തോടെ ദർശനെ നോക്കി. നിങ്ങൾ എന്റെ തല്ലിയല്ലേ? വീണ്ടും കൊടുത്തു വന്നു. എന്റെ കുഞ്ഞിനെ കൊന്നിട്ട് എന്റെ നേരെ ശബ്ദം ഉയർത്തുന്നോടി നീ. അതെ, ഞാൻ മനഃപൂർവ്വം കളഞ്ഞ നിങ്ങളുടെ കുഞ്ഞിനെ. എനിക്ക് എന്റെ ശരീരവും സൗന്ദര്യവും ഉടച്ചളയാൻ പറ്റില്ല. അതുകൂടി കേട്ടതും ദേഷ്യവും സങ്കടവും കൊണ്ട് ദർശൻ അവളെ ഒരുപാട് തള്ളി. പ്രിയയുടെ അച്ഛനും അമ്മയും ഒന്നും പറയാനോ അവനെ തടയാനോ ചെന്നില്ല. തന്റെ മകൾ ചെയ്ത വലിയ തെറ്റ് തന്നെയാണെന്ന് അവർക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. ദേ, ഈ നിമിഷം അവസാനിച്ചു ഞാനും നീയുമായിട്ടുള്ള സകല ബന്ധങ്ങളും. അതും പറഞ്ഞ് ദർശൻ പ്രിയയുടെ കഴുത്തിലെ താലിമാലയും വിരലിലെ കല്യാണ മോതിരവും ഊരിയെടുത്തു. ദർശന്റെ മോതിരവും മാലയും പ്രിയക്കും തിരിച്ചു കൊടുത്തു. ശേഷം പ്രിയയുടെ അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ വന്ന് പറഞ്ഞു, എനിക്കിനി ഇവിടെ വേണ്ട, എത്രയും പെണ്ണ് ഡിവോഴ്സ് നടക്കണം. അത് കേട്ട് പ്രിയയുടെ അച്ഛൻ പറഞ്ഞു, മോനെ ദർശ, നീ ഞങ്ങളോട് ക്ഷമിക്കണം. നിന്നെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ് മോനെ. നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. ഇവിടെ ഇനി നിനക്ക് വേണ്ട. നിറഞ്ഞ കണ്ണുകളോടെ ദർശൻ ആ മാതാപിതാക്കളെ നോക്കി കൈകൂപ്പി ആ മുറി വിട്ടിറങ്ങി. എന്റെ മോൾക്കിപ്പോ സമാധാനമായല്ലോ അല്ലേ? പക്ഷെ നീ ഒന്നോർത്തോ, വിവാഹം കഴിഞ്ഞൊരു പെണ്ണ് ഉടയാ സൂക്ഷിക്കേണ്ടത് ശരീരമോ സൗന്ദര്യമല്ല, അവളുടെ ജീവിത. അതൊരു നാളെന്റെ മോൾക്ക് മനസ്സിലാവും. പക്ഷേ അന്ന് നിനക്ക് നീ മാത്രമേ ഉണ്ടാവൂ. ഓർത്തു വെച്ചോ, അച്ഛനിപ്പോ പറഞ്ഞ്. പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. പ്രിയയുമായി ദർശൻ ബന്ധം പിരിഞ്ഞു. അവൻ തിരിച്ച് വീട്ടിൽ വന്നു. നടന്നെല്ലാം അച്ഛനോടും അമ്മയോടും പറഞ്ഞു. അവരെ കെട്ടിപ്പിടിച്ച ദർശൻ കുറെ കരഞ്ഞു. അവരവനൊരുവിധം സമാധാനിപ്പിച്ചു. മറ്റൊരു വിവാഹത്തെപ്പറ്റി ചോദിച്ചപ്പോൾ ഇനിയൊരു വിവാഹ ജീവിതം തനിക്കില്ലെന്നും അച്ഛൻ്റെയും അമ്മയുടെയും മകനായി ഇവിടെ കഴിഞ്ഞോളാമെന്നായിരുന്നു മറുപടി. അങ്ങനെ വീണ്ടും മാസങ്ങൾ കടന്നുപോയി. ഉണ്ണിയുടെ 5ാം പിറന്നാളിന് കാശിയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് എല്ലാവരും. കളിയും ചിരിയും കുറുമ്പും കുസൃതിയുമായി ഉണ്ണി അവിടെ ഓടിക്കളിക്കുന്നത് കാണുമ്പോൾ ദർശന്റെയും ദുവയുടെയും കണ്ണുകൾ സങ്കടത്തിൽ നിറയും. എന്നാൽ ആ സങ്കടം ഉണ്ണി അവിടെ അരികിൽ വരുമ്പോൾ മാറും. അഖിലും ദുവയും ദർശനും ഉണ്ണിയെ മാറി മാറി എടുക്കുമ്പോഴും മത്സരിച്ച് സ്നേഹിക്കുമ്പോഴും ഉമ്മകൾ കൊണ്ട് മൂടുമ്പോഴും ദശുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകും. കുട്ടിക്കാലത്ത് തന്നെ ഇങ്ങനെ ഒരിക്കൽ പോലും സ്നേഹിച്ചിട്ടില്ല. പക്ഷെ തന്റെ മകനെ ഇങ്ങനെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ ഉള്ളിൽ ഒരുപാട് സന്തോഷം തോന്നും. ഇപ്പോൾ ദേവനും സുമയ്ക്കും മാത്രമല്ല, ദർശനും ദുവയ്ക്കും ദശുവിന്റെ ജീവനാണ്. ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് അന്നവിടെ എല്ലാവരും ഒരുമിച്ച് കൂടി. പിറ്റേ ദിവസമാണ് മടങ്ങിയത്. പോവാൻ നേരം എല്ലാവരും ഉണ്ണിയെ ഉമ്മകൾ കൊണ്ട് മൂടിയിട്ടാണ് ദശുവിന്റെ കയ്യിൽ കൊടുത്ത്. അന്ന് രാത്രി ഉണ്ണിയെ ഉറക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദശു കാശിയോട് ചോദിച്ചത്, കാശിയേട്ടാ. എന്താ ദശു? ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സന്തോഷം വരുമെന്ന്. എല്ലാവർക്കും ഇന്നിപ്പോൾ എന്ത് ഇഷ്ടമാണെന്നോ. പഠിപ്പില്ലാത്തവളൊന്നും ജോലിയില്ലാത്തവളൊന്നും പറഞ്ഞ് എന്തോരം വേദനിപ്പിച്ചിട്ടുണ്ടെന്നറിയോ. അതൊക്കെ ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ട്. കുറേ കരഞ്ഞിട്ടുണ്ട് ഞാൻ. പക്ഷേ ഇപ്പം അവരൊക്കെ എന്നെ സ്നേഹിക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുക. സാഹചര്യങ്ങൾ കൊണ്ട് പലരും മാറും. അങ്ങനെ മാറിയതാ നിന്റെ അച്ഛനും അമ്മയും. ചേർത്ത് പിടിച്ച മക്കളെ കൊണ്ട് അവർക്ക് ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളുണ്ടായി. പക്ഷെ ആ മക്കളുടെ ജീവിതം കൊണ്ട് അവർക്ക് സന്തോഷമോ സമാധാനമോ ഉണ്ടായില്ല. പക്ഷെ അകറ്റി നിർത്തിയ നിന്നെ കൊണ്ട് അവർക്ക് സന്തോഷവും സമാധാനവും നിന്റെ ജീവിതത്തിലൂടെ നീ കൊടുത്തു. ഇപ്പം നിന്റെ വരുമാനത്തിൻ്റെ ഒരു പങ്കിലൂടെയല്ലേ നിന്റെ അച്ഛനും അമ്മയും ജീവിക്കുന്നത്. ഏട്ടനും കൊടുക്കുന്നുണ്ടല്ലോ. കാശി അതിനൊന്നും മൂളി. ഇനി ഏട്ടന് നല്ലൊരു ജീവിതം ഉണ്ടാവണം. അതുപോലെ ദുവക്കും അഖിലിനും എത്രയും പെട്ടെന്നൊരു കുഞ്ഞു വരണം. പാവം, എത്ര കാലമായി പ്രാർത്ഥനകളും ചികിത്സകളുമായിട്ട് കഴിയുന്നു. എല്ലാം ശരിയാവും തെച്ചു. താങ്ക് യു കാശിയേട്ടാ. എന്തിന്? എൻ്റെ കാശിയേട്ടൻ എനിക്ക് കിട്ടിയോണ്ടാ എൻ്റെ ജീവിതത്തിൽ സന്തോഷമായത്. ഏയ്, ഞാനൊരു നിമിത്തം മാത്രമായി, അത്രയേ ഉള്ളൂ. ശരിക്കും നീ എൻ്റെ ഭാഗ്യാണിടി പെണ്ണേ. നിന്റെ പേര് പോലെ തന്നെ എനിക്ക് കിട്ടിയ ദക്ഷിണ, ഈ കാശിനാഥൻ്റെ ദക്ഷിണ.